ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ ആദ്യം രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടു. അതിനുശേഷം ഒന്നുകൂടെ നമുക്കിങ്ങോട്ട് മടക്കിയെടുക്കാം. നമ്മൾ നിൽക്കുന്ന വശത്തേക്കാണ് ഓപ്പൺ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ നാലായിട്ടാണ് ഈ തുണി മടക്കിയിടുന്നത്. അതായത് ഫോൾഡ് വശം മറു സൈഡിലാണ് വരേണ്ടത്, ഓപ്പൺ ഭാഗം നമ്മളുടെ ഭാഗത്തേക്കാണ് വരുന്നത്. അതേപോലെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടു. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് അളവുകളൊക്കെ കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ആ ഓപ്പൺ സൈഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ വശത്തേക്ക് വരുന്ന ആ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം മുകളിലും താഴെയും 2 ഇഞ്ച് വീതം നമുക്ക് തയ്യൽ തുമ്പും കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലൊരു 1/2 ഇഞ്ച് കൊടുക്കാം. ഇത് ഓപ്പൺ ഭാഗമാണ് വരുന്നത്. അവിടെ നമുക്കൊരു ജോയിൻറ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം മുകളിൽ ഒരു 2 ഇഞ്ച് കൊടുക്കാം. അവിടെ നമുക്ക് എലാസ്റ്റിക് കൊടുക്കണം, അതിന് വേണ്ടിയാണ് 2 ഇഞ്ച് അടയാളപ്പെടുത്തി അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ താഴെയും ഓട്ടത്തിൻ്റെ അവിടെയും നമുക്ക് 2 ഇഞ്ച് കൊടുക്കണം. കാരണം അവിടെ നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അളവുകൾ കൊടുക്കേണ്ടത്. അളവ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സീറ്റ് എത്രയാണോ ആ സീറ്റിൻ്റെ 4/1 കാണണം. 4/1 കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുക. അതാണ് നമ്മൾ ഇവിടുത്തെ ഈ വണ്ണം കൊടുക്കേണ്ടത്. സീറ്റ് എത്രയാണോ, ഇപ്പം 42 ആണെങ്കിൽ 42ൻ്റെ 4/1 ഭാഗം കാണണം. അതായത് 10.5 വരും. ആ 10.5യുടെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പം 12.5 വന്നു. അതെടുത്തു. അതിനുശേഷം അതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയണം. ക്രോച്ച് വരുന്നത് സീറ്റിൻ്റെ 4/1 കണ്ടതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം. സീറ്റിൻ്റെ 4/1 എന്ന് പറയുമ്പോഴത്തേനും 10.5 കിട്ടി നമുക്ക്. ആ 10.5യുടെ കൂടെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. അതുമാണ് ആ ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ അവിടെ നമുക്ക് കൊടുക്കാം. കണ്ടില്ല, ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ഒരു 2 ഇഞ്ച് കൊടുത്തു. ഇനി നമുക്കവിടെ ഒരു ചെറിയൊരു കർവായിട്ട് ഒരു ഷേപ്പ് കൊടുത്തു. അതിനുശേഷം താഴെ നമുക്ക് എത്രയാണോ ബോട്ടത്തിൻ്റെ അവിടെ വേണ്ടത് അത് 6 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതാണ് ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് താഴെ ബോട്ടത്തിൻ്റെ അവിടെ കൊടുത്തതിൻ്റെ അവിടെ നമുക്കൊരു ഓപ്പൺ വേണം. അതിന് വേണ്ടി അവിടെ ഞാനൊരു 2 ഇഞ്ച് കൊടുത്തേക്കുന്നു. 3 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം, 2 കൊടുക്കാം. അതിനുശേഷം നമ്മൾ അവിടെ ഒരു 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1 ഇഞ്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മടക്കി അടിക്കാൻ വേണ്ടി, സ്ലിറ്റ് അടിക്കില്ലേ ചുരിദാറിൻ്റെ, അതേപോലെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതായത് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്ന ആ ലൈൻ വന്നിട്ട് 1 ഇഞ്ച് കൂടെ ചേർത്ത് അങ്ങ് വരച്ചു. അതിനുശേഷം നമ്മൾ ബോട്ടം ഒന്നുകൂടെ അടയാളപ്പെടുത്തി കൊടുത്തു. 6 ഇഞ്ച് പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് അത് കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തു. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, വീഡിയോ കാണിക്കുന്ന അതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എളുപ്പമാണ് ഇത്. നമുക്ക് സ്ട്രെയിറ്റ് പാൻറ് തയ്ക്കാൻ സിമ്പിളാണ്.
ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓപ്പൺ ഭാഗത്ത് ഒരു പീസ് ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 2 പീസ് ഉണ്ടല്ലോ, 2 പീസിൽ ഒരു പീസ് കട്ട് വരാത്ത ഭാഗമാണ്. കണ്ടോ, താഴ് ഭാഗം കട്ട് ചെയ്തേക്കുന്നതാണ്. മറ്റേ ഭാഗത്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരേപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ആ ഓപ്പൺ ഭാഗം നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ നമ്മളവിടെ ഒരു 2 ഇഞ്ച് ഓപ്പൺ കൊടുക്കാൻ വേണ്ടി അടയാളപ്പെടുത്തിയില്ലേ, ആ ഭാഗം വരെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മുകളിൽ നിന്ന് താഴെ വരെ അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലോക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കവിടെ ആ 2 ഇഞ്ച് കൊടുത്തതിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അടിക്കില്ലേ, അതേപോലെ ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി, നമ്മളവിടെ 1 ഇഞ്ചല്ലേ കൊടുത്തിരുന്നേ, മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമുക്കവിടെ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി, അതിനുശേഷം ഒന്നുകൂടെ മടക്കി കൊടുത്തു. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ മറു സൈഡിലും അതേപോലെ തന്നെ ചെയ്യണം. അങ്ങനെ 2 പീസും അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ 2 പീസുകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കുക. 2 പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനിയിപ്പോൾ നല്ല വശവും കൂടെ ചേർത്ത് വെക്കുക. വെച്ചിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗം നമുക്ക് ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ കണ്ടില്ലേ, നല്ല വശവും കൂടാണ് ചേർത്ത് വെക്കേണ്ടത്. അതിനുശേഷം അവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് 2 ഭാഗവും അതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
കണ്ടില്ലേ? ഇനി ഇതുപോലെ നമുക്കൊന്ന് നിവർത്തിയിടാം. നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോട്ടം വരുന്നത് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരും. അതുപോലെ തന്നെ നമുക്ക് മുകളിലോട്ടും അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ക്രോച്ചിന്റെ ഭാഗത്ത് വരുമല്ലോ, അവിടെ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ബാക്കി ഭാഗത്ത് എല്ലാം 1.5 ഇഞ്ച് കൊടുത്ത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ അതേപോലെ 1.5 കൊടുത്തു, മുകളിലും കൊടുത്തു. എന്നിട്ട് ആ ക്രോച്ചിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ മാത്രം നമ്മൾ ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. അവിടെ അധികം നമുക്ക് അവിടെ പിടുത്തമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, ഒരുപാട് കയറ്റി അടിക്കണ്ട. അതിനുശേഷം അതേ രീതിയിൽ തന്നെ മറുഭാഗത്തും അതേപോലെ ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിലൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് നമുക്ക് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കാം. 1/2 ഇഞ്ച് മടക്കി തയ്ച്ചതിന് ശേഷം ബാക്കി 1.5 ഇഞ്ച് മടക്കി നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് ഫുൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ? വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ ഇതേപോലെ ചുറ്റും നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മടക്കുക. മടക്കിയിട്ട് ആ മധ്യഭാഗത്തുണ്ടല്ലോ, നമുക്കൊരു 1/2 ഇഞ്ച് എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഓപ്പൺ ഇട്ടേക്കണം. ആ ഓപ്പൺ ഇട്ടതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതേപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോഴത്തേനും ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ മധ്യഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഓപ്പൺ ഇട്ടേക്കണം, നമുക്കിത് കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ അതേപോലെ അവിടെ നിന്ന് തുടങ്ങി മറു സൈഡിൽ വരെ അവിടെ വരെ വന്ന് നിർത്തുക. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ 1 ഇഞ്ച് വീതി കൊടുത്താലും മതി. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജോലിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. എലാസ്റ്റിക്കിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ്. ഇനി അതുപോലെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് എത്രയാണോ ആ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാവാട ഉടുക്കുന്ന, അതായത് പാൻറ് നമ്മൾ എവിടെ വെച്ചാണോ ഉടുക്കുന്നത് അവിടെ ഭാഗത്തിൻ്റെ അളവാണ് വേണ്ടത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് 40 ആണെങ്കിൽ അതിൽ നിന്ന് 5 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ, എങ്കിൽ 35 എടുക്കാവുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 5 ഇഞ്ച് കുറച്ച് വേണം
എലാസ്റ്റിക് എടുക്കാൻ. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, 1 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു പിന്ന് കുത്തിയിട്ട് ഉള്ളിലോട്ടൊന്ന് കയറ്റി കൊടുക്കാം. ഇതേപോലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം കണ്ടില്ലേ, ഇതേ രീതിയിൽ വെച്ച് കറക്റ്റായിട്ട് എലാസ്റ്റിക് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ട, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റാക്കി ഇതുപോലെ വെച്ചതിന് ശേഷമാണ്. എന്നിട്ട് അത് ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് ആ എലാസ്റ്റിക് കറക്റ്റാക്കി ഒന്ന് വലിച്ചൊക്കെ എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ആ ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇങ്ങനെ ഇതേപോലെ വലിച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് ആ മധ്യത്തിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയാണോ സ്ട്രൈറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിത് ജോലിയെല്ലാം തീർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.